السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളിലാണ്. അതിലൊന്ന് ഇഖ്ലാസാണ്, അഥവാ നമ്മുടെ ആരാധനകൾ മുഴുവനും അതിന്റെ വിവിധങ്ങളായ രൂപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഇഖ്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇത്തിബാഅ്. ഇത്തിബാഅ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ ആരാധനകളും അള്ളാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിച്ച രൂപത്തിലും എണ്ണത്തിലും വർണ്ണത്തിലുമൊക്കെ ആവുക എന്നുള്ളതാണ്. ഈ രണ്ട് അടിസ്ഥാനങ്ങൾ ഒരുമിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആരാധനകൾ സ്വീകരിക്കുന്നത്, അവൻ മുഅ്മിനാകുന്നത്. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അള്ളാഹുവും അവന്റെ പ്രവാചകനുമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആൽ ഇംറാനിന്റെ 31-ാമത്തെ ആയത്തിൽ ഇത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണ്, അല്ലാഹുവിനെ ആദരിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്, അല്ലാഹുവിന്റെ തൃപ്തി കാംക്ഷിക്കുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ ഇത്തിബാഅ് ചെയ്യണം. അതായത് എന്നെ ഇത്തിബാഅ് ചെയ്യണം, റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്യണം. അങ്ങനെയായി തീർന്നാൽ യുഹിബ്ബുക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ മഹാൻ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഹാദിഹിൽ ആയത്തുൽ കരീമ ഹാകിമത്തുൻ അലാ മൻ ഇദ്ദഅ മുഹബ്ബത്തല്ലാഹ്. ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, ഞാൻ അല്ലാഹുവിന്റെ ദീനിനെ ഇഷ്ടപ്പെടുന്നു, ആ മാർഗത്തെ ഞാൻ കാംക്ഷിക്കുന്നു എന്നൊക്കെ വാദിക്കുന്ന ഒരാൾ
അയാളെ സംബന്ധിച്ചിടത്തോളം വലൈസഹു അല തരീഖത്തിൽ മുഹമ്മദിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗത്തിലല്ല അയാൾ ഉള്ളതെങ്കിൽ ഫഇന്നഹു കാദിബ്, അവൻ കള്ളം പറയുന്നവനാണ്. എനിക്ക് ദീനുൽ ഇസ്ലാമിന് ഇഷ്ടാണ്, എനിക്ക് അള്ളാഹിനെ ഇഷ്ടാണ്, റസൂലുള്ളാഹിനെ ഇഷ്ടാണ്, അതുപോലെ തന്നെ ദീന എല്ലാ കാര്യങ്ങളും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നവൻ വാദിക്കുന്നു. അതോടൊപ്പം അവൻ അത്വരീഖത്തുൽ മുഹമ്മദിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ അല്ല ഉള്ളത് എങ്കിൽ ഫഇന്നഹു കാദിബുൻ ഫീ ദഅവാഹു, അവന്റെ വാദത്തിൽ കളവ് പറഞ്ഞവനാണ്. ഹത്താ ഏതുവരെ? യത്തബിഅ അശ്ശറഅൽ മുഹമ്മദി വദ്ദീൻ അന്നബവി ഫീ ജമീഇ അഖ്വാലിഹി വഅഫ്ആലിഹി, ആ മനുഷ്യന്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും അവന്റെ വാക്കുകളിലും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിനെ പിൻപറ്റുന്നത് വരേക്കും അവൻ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അവന്റെ വാദത്തിന് പ്രസക്തിയില്ല, അർത്ഥശൂന്യമാണ് എന്നർത്ഥം. അപ്പൊ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടല്ലാതെ നമുക്ക് ദീനിന്റെ ഒരു കാര്യങ്ങളും ചെയ്യാൻ അനുവാദമില്ല. അങ്ങനെ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുകയുമില്ല. ഈ കാര്യത്തിൽ വാശിയുള്ളവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ. ഒരു ദിക്റാണെങ്കിൽ പോലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ആകണം. നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും അത് ഈദുകളാണെങ്കിലും എന്താണെങ്കിലും അള്ളാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിച്ച രൂപത്തിൽ തന്നെയാകണം എന്ന് വാശി പിടിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇതിൽ നിന്ന് ആളുകൾ വ്യതിയാനം വന്ന് പുറത്തു പോകുമ്പോഴാണ് ബിദ്അത്തുകൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ലോകത്ത് ആദ്യമായി കൊണ്ടുണ്ടായ ബിദ്അത്തിന്റെ കക്ഷി ഖവാരിജികളാണ്. ആ ഖവാരിജികൾ എങ്ങനെയാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അല്ലെങ്കിൽ ബിദ്അത്തിന്റെ കക്ഷിയായി മാറിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ജീവിച്ചിരിക്കുമ്പോഴാണ് ഖവാരിജികൾ ഉണ്ടാകുന്നത്. പ്രവാചകന്റെ സഹാബത്തിന് പരിചയമില്ലാത്ത ഒരു പുതിയ വാദം കൊണ്ടുവന്നു അവർ. അങ്ങനെ അവർ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ടാണ് അത് അഖീദപരമായിട്ടും അത് വിശ്വാസപരമായ കാര്യമാണെങ്കിലും കർമ്മപരമായ കാര്യമാണെങ്കിലും ഏത് പ്രവർത്തനമാണെങ്കിലും അവന്റെ എല്ലാ കാര്യത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഉണ്ടാകണം. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഹിയ മാ ലം യശ്റഹു അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ പ്രവാചകനും ശറഅാക്കി പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യമാണ്. വഹു മാ ലം യഅ്മുർ ബിഹി അംറു ഈജാബിൻ, അതുപോലെ തന്നെ വലസ്തിഹ്ബാബ്, നിർബന്ധമായിക്കൊണ്ട് പ്രവാചകൻ കൽപ്പിക്കാത്തതോ അല്ലെങ്കിൽ ഐച്ഛികമായിക്കൊണ്ട് പ്രവാചകൻ കൽപ്പിക്കാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ദീനിൽ ബിദ്അത്തായി വരും. ഇത് സമൂഹത്തിൽ ബിദ്അത്തുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലും സാഹചര്യത്തിലുമാണ് നാം ഉള്ളത്. സഹാബത്തിൽപ്പെട്ട മഹാനായ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇസ്ലാമിനൊരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ബിദ്അത്തുകൾ സമൂഹത്തിൽ നിറഞ്ഞാടുന്ന സമയമാകും. ആ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ബിദ്അത്തിൽ നിന്ന് വിട്ടുനിന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ പറയും, അയാളൊരു സുന്നത്ത് ഒഴിവാക്കിയ ആളാണ്, അയാൾ സുന്നത്തിനോട് വിരോധമുള്ള ആളാണ് എന്ന് പറഞ്ഞ് ബിദ്അത്തും സുന്നത്തും എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം സമൂഹത്തിൽ ബിദ്അത്തുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തും നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. സഹോദരന്മാരെ, നമ്മളൊരു സുന്നത്ത് ഒരു പക്ഷെ ജീവിതത്തിൽ ഒഴിവാക്കിയാലും അത്ര ഗുരുതരമായ പ്രശ്നമല്ല അത്. പക്ഷെ സ്ഥിരമായി ഒഴിവാക്കാൻ പാടില്ല. അതേ സമയത്ത് ഒരു ബിദ്അത്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ വലിയ പ്രത്യാഘാതമാണ് നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും അത് ഉണ്ടാക്കി തീർക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിലെ 63-ാമത്തെ ആയത്തിൽ പറയാൻ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധം പ്രവർത്തിക്കുന്നവർ അവർ ആരായിരുന്നാലും സൂക്ഷിച്ചുകൊള്ളട്ടെ, അൻതുസീബഹും ഫിത്ന, അവർക്ക് ഫിത്ന വരുന്നതിന് തൊട്ട്, ഔ യുസീബഹും അദാബുൻ അലീം, അതല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ അവർക്ക് വരുന്നതിന് തൊട്ട് അവർ നല്ലവണ്ണം സൂക്ഷിച്ചുകൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ധിക്കരിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹുവിന്റെ താക്കീതാണ്. ബിദ്അത്തിന്റെ ആളുകൾ ഈ ആയത്തിന്റെ പരിധിയിൽ വരും. മുഴുവൻ മുഫസ്സിരീങ്ങളും ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഒരുപാട് ആയത്തുകൾ ഞാൻ ഒറ്റ ആയത്ത് മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിഅതൻ കാന അലൈഹി വിസ്റുഹാ വവിസ്റു മൻ അമില ബിഹാ മൻ ബഅദഹു. ഒരാൾ ഒരു ചീത്ത ബിദ്അത്ത് ഒരു സമൂഹത്തിൽ ഉണ്ടാക്കി തീർത്താൽ, ഒരു ബിദ്അത്ത് ഒരാൾ ഉണ്ടാക്കിയാൽ ആ ബിദ്അത്ത് ഉണ്ടാക്കിയവനുള്ള ശിക്ഷ എത്രയാണ്? അത് ചെയ്തു എന്ന് മാത്രമല്ല, അവന്റെ കാലശേഷം ആരൊക്കെ ആ ബിദ്അത്തിന്റെ പ്രചാരകരായിക്കൊണ്ടും
അതുപോലെ തന്നെ അത് അനുഷ്ഠിക്കുന്നവരായിട്ടുണ്ടോ, അവരുടെ എല്ലാവരുടെയും കുറ്റത്തിന്റെ ഒരു ഭാരം അവൻ വഹിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ തീർത്താൽ തീരാത്ത തെറ്റുകളുടെ പാപഭാരങ്ങളുമായി കൊണ്ടായിരിക്കും ആ മനുഷ്യൻ പരലോകത്തേക്ക് വരിക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ വാചകത്തിൽ കാണും, ഇത്തബിഉ വലാ തബ്തദിഉ, നിങ്ങൾ റസൂലുള്ളാഹി ഇത്തിബാ ചെയ്യണം, നിങ്ങൾ ഒരിക്കലും ബിദ്അത്ത് ഉണ്ടാക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും ദലാലത്താണ്. നമ്മുടെ ചില ആളുകൾ പറഞ്ഞു എല്ലാ ബിദ്അത്തും ദലാലത്തല്ല, ചില ബിദ്അത്തൊക്കെ നല്ലതുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിച്ച റസൂലുള്ളാഹിന്റെ സഹാബത്ത് പറയാണ്, പ്രവാചകൻ എല്ലാ ഖുതുബകളിലും പ്രവാചകൻ ആവർത്തിച്ചു പറഞ്ഞാണ് കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്താണ്. പിന്നെ നമ്മൾ ആ ദലാലത്തിൽ നിന്ന് കുറച്ച് നല്ലതിന് എടുക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാം ദലാലത്താണ് പ്രവാചകൻ പറഞ്ഞു കഴിഞ്ഞാൽ വഹീന്റെ അടിസ്ഥാനത്തിലുള്ള കലാമാണത്, സംസാരാണത്. ആ ദലാലത്തായ കാര്യത്തിൽ നിന്ന് പിന്നൊരു ഹസനത്ത് എടുക്കുക, അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. മഹാനായ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാചകത്തിൽ കാണാം, ലാ യസിഹുൽ ഖൗലു ഇല്ലാ ബിൽ അമൽ, ഒരു മനുഷ്യന്റെ വാക്ക് അത് ശരിയാവുകയില്ല അതിന്റെ അനുസരിച്ചുകൊണ്ട് പ്രവർത്തനം ഉണ്ടാകുമ്പോഴല്ലാതെ. ഇനി വലാ യസിഹുൽ ഖൗലു വഅമലുൻ ഇല്ലാ ബിനിയ്യ, ഒരു മനുഷ്യന്റെ വാക്കും പ്രവൃത്തിയും ശരിയാവുകയില്ല അവന്റെ നിയ്യത്തിനോടുകൂടിയല്ലാതെ. ഇനി വലാ യസിഹുൽ ഖൗലു വഅമലുൻ വനിയ്യ ഇല്ലാ ബിസ്സുന്ന, ഒരു മനുഷ്യന്റെ വാക്കും പ്രവർത്തനവും നിയ്യത്തും ശരിയാവുകയില്ല, അല്ലാഹു സ്വീകരിക്കുകയില്ല ഇല്ലാ ബിസ്സുന്ന, റസൂലുള്ളാഹിന്റെ സുന്നത്തിനോട് യോജിച്ചു വന്നെങ്കിലല്ലാതെ. റസൂലുള്ളാഹിന്റെ സുന്നത്തിനോട് യോജിക്കുന്ന കൗലാണെങ്കിൽ അല്ലാഹു സ്വീകരിക്കും, അതുപോലെ നിയ്യത്താണെങ്കിൽ അല്ലാഹു സ്വീകരിക്കും. സഹോദരന്മാർ, ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് സമൂഹത്തിൽ റബീഉൽ അവ്വൽ മാസം എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്തൊക്കെ തരത്തിലുള്ള ബിദ്അത്തുകളാണ് സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിക്കൊണ്ടെന്ന് പറയപ്പെടുന്ന, എന്നാൽ പ്രവാചകന് യാതൊരു പരിചയമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഒരു യാത്രയിൽ ഒരു സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സഹാബത്തിനെയും വിളിച്ചുകൂട്ടി. ഇത് പറഞ്ഞു, ഇതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, പിന്നെ പ്രവാചകൻ അവരോട് പറയാണ്, ഇതാ ഞാൻ നിങ്ങൾക്ക് മാ ബഅസല്ലാഹു മിൻ നബിയ്യിൻ ഇല്ലാ കാന ഹഖ്ഖൻ അലൈഹി അൻ യദുല്ല ഉമ്മത്തുഹു ലാ ഖൈറിൻ മാ യഅലമൂന, ലോകത്ത് കഴിഞ്ഞുപോയ ഏതൊക്കെ പ്രവാചകന്മാരുണ്ടോ ആ പ്രവാചകന്മാർക്ക് മുഴുവൻ ബാധ്യതയായ ഒരു കാര്യമുണ്ട്. അതെന്താണ്? അൻ യദുല്ല ഉമ്മത്തുഹു അലാ ഖൈറിൻ മാ യഅലമുഹു ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ഖൈറായിക്കൊണ്ട് ആ പ്രവാചകന് വല്ല കാര്യവും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം മുഴുവനായും ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് എല്ലാ നബിമാർക്കും നിർബന്ധമായ കാര്യമാണ്. അതേപോലെ തന്നെ വയുൻദിറുഹും ശർറ മാ യഅലമുഹു ലഹും, ഈ ഉമ്മത്തിന് ബാധിക്കാതിരിക്കുന്ന വല്ല ഷർറും ആ പ്രവാചകന് വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഈ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യതയും എല്ലാ പ്രവാചകന്മാർക്കുമുണ്ട്, അത് എനിക്കുമുണ്ട്, ഞാനത് എത്തിച്ചിരുന്നു എന്നുള്ള പ്രവാചകൻ പറഞ്ഞു. വഇന്ന ഉമ്മത്തക്കും ഹാദിഹി ജുഅല ആഫിയതുഹാ ഫി അവ്വലിഹാ, ഈ ഉമ്മത്തിന്റെ ഏറ്റവും സുരക്ഷിതമായ കാലഘട്ടം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ഖൈറുൻ നാസി ഖർനി തുമ്മ അല്ലദീന യലൂൻ എന്നൊക്കെ പ്രവാചകൻ പറഞ്ഞു, ഉമ്മത്തെ ഏറ്റവും ഖൈറുള്ള ആളുകൾ സഹാബത്താണ്, താബീങ്ങളാണ്, തബഅ താബീങ്ങളാണ്, പിന്നെ ഖൈർ കുറഞ്ഞവരാണ്. എന്നിട്ട് പ്രവാചകൻ വീണ്ടും പറയാണ്, വസയുസീബു ആഖിറുഹാ ബലാഉൻ വ ഉമൂറുൻ തുൻകിറൂന, ഇതിന്റെ അവസാന കാലഘട്ടമാകുമ്പോഴേക്കും ഒരുപാട് നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഫിത്നകൾ ഈ സമൂഹത്തിലേക്ക് കടന്നു വരും. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ കഴിയും. അപ്പൊ സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെയാണ് ഈ നബിദിനാഘോഷം എന്ന് പറയുന്ന ബിദ്അത്തുകളും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും ഒക്കെ ഒരു കാലഘട്ടത്തിൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെന്നോ അതല്ലെങ്കിൽ അതിന്റെ അടുത്ത കാലഘട്ടത്തിലായിരുന്നു ആർക്കും തെളിയിക്കാനേ സാധ്യമല്ല. അങ്ങനെ ഇല്ലാത്തൊരു കാര്യം ഇന്ന് ദീനായി വരുന്നുണ്ടെങ്കിൽ മഹാൻ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞ വാചകമാണ്, അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹം പറയാണ്, ഒരാൾ ഇസ്ലാമിൽ പുതിയ കാര്യം ഉണ്ടാക്കി, റസൂലുള്ളാഹിക്കോ സഹാബത്തിനോ താബിങ്ങൾക്കൊന്നും പരിചയമില്ലാത്തൊരു പുതിയ കാര്യം ഉണ്ടാക്കി, എന്നിട്ട് യറാഹ ഹസനത്തൻ, അതൊരു നല്ല കാര്യമായിട്ട് അവൻ മനസ്സിലാക്കണം. ചിലപ്പോ എന്താ കുഴപ്പം? റസൂലുള്ളാഹിനെ സ്നേഹിക്കണം എന്താ കുഴപ്പം? അതുപോലെ തന്നെ മദ്ഹ് പറയുന്നതിന് എന്താ കുഴപ്പം? പാട്ട് പാടുന്ന എന്താണ് കുഴപ്പം? ഇങ്ങനെ അതിന് എന്താ കുഴപ്പം ചോദിച്ച് എല്ലാം നല്ലതായിക്കൊണ്ട് അവൻ കാണുകയാണെങ്കിൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും വലിയൊരു പുണ്യം, ഇത്രയും വലിയൊരു ആഘോഷം, ഇത്രയും വലിയ കൂലി കിട്ടുന്നൊരു കാര്യം, ഇത്രയും പ്രവാചകനെ സ്നേഹിക്കാൻ പറ്റിയ രൂപം അള്ളാന്റെ റസൂല് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കറിവ് കിട്ടിയിട്ട് നമുക്ക് അറിയിച്ചു തന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര വലിയ പാതകമാണത്.
എന്നാൽ അള്ളാഹ് പറഞ്ഞെന്താ? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കും ഇസ്ലാമ ദീൻ എന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ദർസ് നടത്തി. ഇമാം മദാറുൽ ഹിജ്റ അദ്ദേഹം പറയാണ്, ഫമാലം യകുൻ യൗമഇദിൻ ദീനൻ ഫലാ യകുനു യൗമ ദീന. അന്ന് ദീനല്ലാത്തത്, അഥവാ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും അല്ല പറഞ്ഞല്ലോ, ആ റസൂലുള്ളാഹിന്റെ വഫാത്തോടുകൂടി ദീൻ പൂർത്തിയാക്കപ്പെട്ടു. അന്ന് ദീനല്ലാത്തൊരു കാര്യം ഇന്നൊരിക്കലും ദീനാവുകയില്ല. ഇതേത് കാലഘട്ടത്തിലാ? 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും ഒക്കെ ജീവിച്ച പണ്ഡിതന്മാരെ പറഞ്ഞത് ആ റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ദീനല്ലാത്തൊരു കാര്യം ഇന്നൊരിക്കലും ദീനാവുകയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആഘോഷം അതുകൊണ്ട് തന്നെ ദീനുമായി ബന്ധപ്പെട്ടതല്ല. അതിന് 10 കാരണങ്ങൾ കൂടി വേഗം പറയാം. ഈ പറഞ്ഞ അടിസ്ഥാനങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ 10 കാരണങ്ങൾ. ചില ആളുകൾ ചോദിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പിന്നെ കുഴപ്പം? ഈ 10 കാരണങ്ങൾ കൊണ്ടാണ് മുജാഹിദുകൾ, സലഫികൾ അത് ആഘോഷിക്കാതെ വിട്ടുനിൽക്കുന്നത്. അതല്ല, റസൂലുള്ളാഹിയുടെ സ്നേഹത്തിന് ഒരു കുറവും ഒരു മനുഷ്യനും പറയും. ഒരു മനുഷ്യന്റെ സ്വന്തം ശരീരത്തെക്കാൾ അധികം അവൻ സ്നേഹിക്കേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ലാത്ത മുഅ്മിനല്ല, ഇസ്ലാമിന്റെ പുറത്താണ്. അവന്റെ ഈമാൻ പൂർത്തിയാവുകയില്ല എന്നാണ് അള്ളാഹുവിന്റെ ദീൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷേ എന്തുകൊണ്ട് ഇതിന്റെ പേരിൽ അനാചാരം നമ്മൾ ഒഴിവാക്കുന്നു? ഒന്നാമത്തെ കാര്യം, ഇത് പ്രവാചകൻ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം അള്ളാഹ് പറഞ്ഞത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂ, അള്ളാന്റെ റസൂൽ എന്താണ് നിങ്ങൾക്ക് തന്നത് അത് നിങ്ങൾ എടുത്താൽ മതി. വമാ നഹാകും അൻഹു ഫൻതഹൂ, അള്ളാഹുവിന്റെ പ്രവാചകന് വിരോധിച്ചെന്നൊക്കെ നിങ്ങൾ ഇട്ടിക്കണം. റസൂല കൊണ്ടുവന്നതിൽ നബിദിനാഘോഷം എന്ന് പറഞ്ഞൊരു ആഘോഷമല്ല. അതെവിടെ ഇല്ല എന്നിങ്ങനെ വെറുതെ വായിൽ പറയില്ല. നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾ പരിശോധിച്ച് നോക്കും. ലോകത്ത് ഖുർആന്റെ തഫ്സീറുകളുണ്ട്, 100 കണക്കിന് തഫ്സീറുകൾ ഖുർആനുണ്ട്. ഒരൊറ്റ തഫ്സീറിലും ഈ പറയപ്പെട്ട ആഘോഷത്തെ സംബന്ധിച്ച് ഒരു പരാമർശമില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള ഒരുപാട് കിതാബുകളുണ്ട്. ഒരുപാട് 10,000 കണക്കിന് 25,000-ലധികം അല്ലെങ്കിൽ ഒരുപാട് ഹദീസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരൊറ്റ ഹദീസും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമാം ഈദ് മൗലിദിൻ നബി, റസൂലുള്ളാഹിന്റെ മൗലിദിന്റെ ഈദ് എന്ന് പറയുന്ന ഒരു അധ്യായം, ജുമുഅ സമയം സംബന്ധിച്ച് ഒരുപാട് അധ്യായങ്ങൾ ഹദീസിന്റെ കിതാബിൽ കാണാം. പെരുന്നാളുമായി കൊണ്ട് ബന്ധപ്പെട്ട അധ്യായങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓരോ വിഷയത്തിലും അധ്യായങ്ങൾ കൊടുത്ത് തന്നെ ഹദീസുകൾ ആ പണ്ഡിതന്മാർ ക്രോഡീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഈദ് മീലാദുൻ നബി എന്ന് പറയുന്ന അധ്യായം ലോകത്ത് അള്ളാഹിന്റെ ഭൂമിയിൽ ആകാശത്തിന്റെ ചൂട്ടിൽ ഒരൊറ്റ ഹദീസിന്റെ കിതാബിലില്ല. അതുകൊണ്ടാണ് അള്ളാഹ് കൊണ്ടുവന്നല്ല, അള്ളാഹു റസൂൽ കൊണ്ടുവന്നല്ല എന്ന് പറയാൻ കാരണം. രണ്ടാമത്തെ കാരണം എന്താ? റസൂലുള്ളാഹിന്റെ സഹാബത്താണ് റസൂലുള്ളാഹിനെ, പ്രവാചകന്റെ ദീൻ ഏറ്റവും കൂടുതൽ പഠിച്ചവരും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയവരും അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടവരുമാണ്. പക്ഷെ റസൂലുള്ളാഹിന്റെ സഹാബത്തിന് ഒരിക്കലും ഇത് പരിചയമില്ല. പ്രവാചകന്റെ ഹദീസിൽ കാണാം, അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാ റാഷിദീൻ, നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെടുപ്പിടിക്കണം, എന്റെ ഖുലഫാന്റെ സുന്നത്ത് മുറുകെടുപ്പിടിക്കണം. ഏതെങ്കിലും ഒരു ഖുലഫാ റാഷിദ് റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിച്ചിരുന്നെങ്കിൽ അത് ഏറ്റവും വലിയ തെളിവാകുമായിരുന്നു. നമുക്ക് ഖിയാമത്ത് നാൾ വരെ ആഘോഷിക്കാൻ തെളിവ്. കാരണം തന്നെ നബി പറഞ്ഞ്, എന്റെ ഖുലഫാവിന്റെ സുന്നത്തുകൾ നിങ്ങൾ മുറുകെ പിടിക്കണം എന്നാ. പക്ഷെ ഖുലഫാവിന്റെ കാലഘട്ടത്തിലില്ല. അതിനുശേഷം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അള്ളു അലൈഹാ ബിൻ നവാജിദ്, അതുകൊണ്ടാണ് അണപ്പല്ലോട് മുറുകെ പിടിച്ചോളി. വയ്യാക്കും മുഹദസാത്തുൽ ഉമൂർ, പുത്തൻ ആചാരങ്ങൾ നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം. കാര്യം സുന്നത്ത് മുറുകെ പിടിച്ചാൽ അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് വിദഅത്തുകൾ വരും, അതിനൊന്നും നിങ്ങൾ എടുക്കാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, ഇത് ഉണ്ടാക്കിയതാരാണ്? ലോകത്ത് നമുക്കറിയാം 10,000-കണക്കിന് 1000-കണക്കിന് ഇമാമിങ്ങൾ ഈ ഉമ്മത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് ഇമാമിങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, മഹാരഥന്മാരായ പണ്ഡിതന്മാർ. ഇതിലേതെങ്കിലും ഒരു ഇൽമുള്ള ഒരു പണ്ഡിതനാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല വിശുദ്ധ ഖുർആൻ ഹദീസൊക്കെ പഠിച്ച ആളാണ് ഇത് ഉണ്ടാക്കിയതെങ്കിൽ എന്നാലും തെളിവാകില്ല, എന്നാലും പറഞ്ഞു നിൽക്കാനെങ്കിലും പറ്റുമായിരുന്നു. പക്ഷെ നബിദിനാഘോഷം എന്ന് പറയുന്ന ബിദ്അത്ത് ഉണ്ടാക്കിയത് ആരാണ്? അഹ്ലുസുന്നയിൽപ്പെട്ടവരാണെന്ന് അല്ലാന്ന് മാത്രമല്ല, ഉബൈദിയാക്കൾ എന്ന് പറയുന്ന അൽ മുഅ്സുൽ ദീനില്ല അൽ ഉബൈദി എന്ന് പറയുന്ന തനിച്ച ഷിഈ പക്ഷപാതിത്വമുള്ള ആളാണ്. അയാളാണ് ലോകത്താദ്യമായിട്ട് ഉണ്ടാക്കിയത്, അഥവാ ഷിയാക്കൾ ഉണ്ടാക്കിയത്. ഇത് ചരിത്ര വസ്തുത, ഇതാർക്കും വിശദിക്കാൻ കഴിയാത്ത കാര്യം. ഈ ഷിയാക്കൾ ഉണ്ടാക്കിയ ഒരു ആചാരം അത് പിൽക്കാലഘട്ടത്തിലേക്ക് കടന്നു വന്ന രൂപം പലതും മാറി. ആ മാറിയപ്പോൾ അത് ഉണ്ടായ കാലഘട്ടത്തിൽ തന്നെ പണ്ഡിതന്മാർ ബിദ്അത്താന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ ചേലും കോലും കണ്ടപ്പോ ചില ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ടും അതിന് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ഒറ്റപ്പെട്ട ചില പണ്ഡിതന്മാർ പറഞ്ഞു. പക്ഷെ ആ ഒറ്റപ്പെട്ട ആളുകളുടെ കൗലെടുത്തിട്ടാണ് ഇനി ഇത്രയും വലിയ ആഘോഷത്തിന് തെളിവാക്കിയത്. മാത്രമല്ല, അത് അനുവദിച്ചു അല്ലെങ്കിൽ അത് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ ആളുകൾ വരെ ഈ കാലഘട്ടത്തിലുള്ള പേക്കൂത്തുകൾക്കൊന്നും അനുവാദം കൊടുത്തിട്ടില്ല. എന്നാലും അത് ഇസ്ലാമിൽ അവർ തെളിവുദ്ധരിക്കാത്തോടത്ത് കാലം അതുകൊണ്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. മാത്രം ഇത് ഉണ്ടാക്കിയതാരാണ്? ഈ പറയപ്പെട്ട ഉബൈദിയാക്കൾ എന്ന് പറയുന്ന
തനിച്ച റാഫിലികളായ മഹാന്മാരെ റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ കാഫറാക്കി അവരെ ചീത്ത പറയുന്ന ആളുകളാണ് ഇതുണ്ടാക്കി. ഞാൻ പറഞ്ഞ നാലാമത്തെ കാര്യം, ദീൻ പൂർണ്ണമാണ്. അതിലേക്ക് ആർക്കൊന്നും കൂട്ടാൻ വകുപ്പില്ല, ഒരു ദിക്ർ പോലും കൂട്ടാൻ വകുപ്പില്ല. എത്രത്തോളം ചോദിച്ചാൽ, ഒരു തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയേണ്ട സ്ഥാനത്ത് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്നുപോലും കൂട്ടാൻ പാടില്ല. ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ അലാ മില്ലത്ത് റസൂലില്ലാ എന്നുള്ളത് അതുപോലെ തന്നെ, അല്ലെങ്കിൽ അലാമിൻ പ്രവാചകൻ എന്നുള്ള റസൂൽ എന്നുള്ളത് നബീനാക്കാൻ പാടില്ല, നബി എന്നുള്ളത് റസൂലാക്കാൻ പാടില്ല. അത്രയും കടിശമാണ് ഇസ്ലാമിന്റെ ഓരോ ദിക്റുകളും പ്രാർത്ഥനകളും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം എന്താ, ഇങ്ങനെ ഇസ്ലാമിൽ തനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്നാണെങ്കിൽ സഹോദരന്മാർ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, അതിന് വിട്ടാ പിന്നെ അതിലുണ്ടാവില്ല, ഇവിടെ അതിലുണ്ടാവില്ല. പിന്നെ ആർക്കും എന്തും പറഞ്ഞ് ഇസ്ലാമിൽ ഏത് കാര്യങ്ങളും ബിദ്അത്ത് ഉണ്ടാക്കാം. ഒരു ബിദ്അത്തിനും ലോകത്ത് എതിർക്കാൻ പറ്റൂല. ഈ ആറാമത്തെ കാര്യം, ഇതുണ്ടായ സന്ദർഭത്തിൽ തന്നെ ഒരുപാട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇത് ബിദ്അത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടവരാണ് ഇമാം ഫാക്കിഹാനി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ ഇബ്നു അലാ റഹ്മത്തുള്ളാഹി, ഇബ്നു ഹാജർ റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ അബൂ അബ്ദുല്ലാ മുഹമ്മദ് മുഹ്ലാർ, അതുപോലെ തന്നെ ഇബ്നു തബ്ബാഖ്, അബൂ സുർഅ, ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഇത്തിസാമിൽ വളരെ ശക്തമായി ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഈ ഇന്ന് നമ്മൾ കാണുന്ന കോലത്തിലുള്ള ആഘോഷങ്ങളൊന്നുമില്ല, എന്നാൽ പോലും അത് ശക്തമായ ബിദ്അത്താണ്. അത് മുലാഹാത്തുൽ നസാറ, നസറാക്കള് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജന്മദിനം ഉണ്ടാക്കിയതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുസ്സലാം, അതുപോലെ തന്നെ സയ്യിദ് അലി അൽ ഫിക്രി, അതുപോലെ തന്നെ ഷെയ്ഖ് അൽബാനി, മുഹമ്മദ് ഇബ്രാഹിം, ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ, അതും ഇങ്ങനെ ഒരുപാട് ബക്കർ അബൂ സയ്യിദിനെ പോലെയുള്ള ഒരുപാട് ഈ ആധുനികരായ പണ്ഡിതന്മാരും, അതുപോലെ തന്നെ ഈ ബിദ്അത്ത് ഉണ്ടായ അന്ന് മുതൽക്കുള്ള ആ രൂപത്തിലുള്ള പണ്ഡിതന്മാരും ഒക്കെ ഇത് ശക്തമായി ബിദ്അത്താണ്, മുൻകറത്താണ്, ഒഴിവാക്കേണ്ടതാണ്, ഇതൊരിക്കലും പ്രവാചക സ്നേഹമല്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഏഴാമത്തെ കാര്യം, പ്രവാചകനെ സ്നേഹിക്കേണ്ടത് ഇങ്ങനെയാണെങ്കിൽ അത് റസൂലുള്ളാഹിന്റെ സഹാബത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണിച്ചു തരിക. കാരണം ഹൂദിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ മുഖോദാഹരണങ്ങൾ ആ ഹൂദിന്റെ രണഭൂമിയിൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. മുസ്ലിമുകൾ ചെതറിയോടിയ സന്ദർഭത്തിൽ 10-ൽ താഴെ വരുന്ന സഹാബത്ത് മാത്രം റസൂലുള്ളാഹിന്റെ അടുക്കലുള്ളൂ. ജാബിർ റളിയല്ലാഹു അൻഹു, തുൽഹ റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകൾ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി കാണിച്ച ത്യാഗം എത്രയാണ്. 70-ലധികം വെട്ടുകൾ കൊണ്ടുകൊണ്ട് ഷഹീദായ റസൂലുള്ളാഹിന്റെ സഹാബത്തുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു മനുഷ്യന്റെ ശരീരത്തിലൊക്കെ വാളുകൊണ്ട് 70 വെട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇനി എന്താണ് ശരീരത്തിൽ ബാക്കിയുണ്ടാകുക? അത്രയും പ്രവാചകനെ സ്നേഹിച്ചവരായിരുന്നു റസൂലുള്ളാഹിന്റെ സഹാബത്ത്. ജാബിർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള തൽഹ റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു, അവർക്കൊന്നും ഈ ഒരു രീതി പരിചയമില്ല. അതുപോലെ തന്നെ 8-ാമത്തെ കാര്യം, ഇതിൽ തശബ്ബുഹും ബിൽ കുഫാർ ഉണ്ടെന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞത്. അഥവാ കാഫിരീങ്ങളോടുള്ള സാദൃശ്യമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുസ്ലിമീങ്ങൾ 2 പെരുന്നാളുകൾ എടുത്ത് പരിശോധിച്ചു നോക്കി, നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിച്ചു. ലോകത്ത് ഒരു മതവിശ്വാസികളുടെ ആചാരത്തോടും പെരുന്നാളിന്റെ ആഘോഷത്തിന് സാദൃശ്യമില്ല. കാരണം നമ്മൾ തക്ബീർ ചൊല്ലുന്നു, ലോകത്തൊരാളും അവിടെ ഈദിന് തക്ബീർ ചൊല്ലാറില്ല. നമ്മൾ പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ ഈദ്ഗാഹിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. ഇന്ന് നബിദിനാഘോഷം അത് വരുമ്പോ തന്നെ റാലിയാണ്. ഇതുപോലെ ക്രിസ്ത്യാനികൾ അവിടെ ക്രിസ്മസിന്റെ വിളംബരജാലിൽ നടത്തുന്ന പോലെ പള്ളികൾ അലങ്കരിക്കുന്നു. ക്രിസ്ത്യാനികളിൽ നിന്ന് കടമെടുത്തതാണിത്. നോക്കുന്നു, റബീഉൽ അവ്വൽ 12 വരാൻ പോകാൻ. റബീഉൽ അവ്വൽ 12 പാതിരക്ക് മൗലിദ് നടത്തും. ഇത് ആരുടെ രീതിയാണ്? ക്രിസ്ത്യാനികളിൽ നിന്ന് കടമെടുത്ത പാതിരാ കുർബാനയിൽ നിന്ന് കടമെടുത്തതാണിത്. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത് ഒരു സുബഹിയുടെ അടുപ്പ് സമയമാണെന്ന് വിചാരിച്ച് ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുന്നു? പാതിരാ കുർബാന നടക്കും പള്ളിയിൽ. ഇതിന് സമാനമായ അതേപോലെ തന്നെ പാതിര മൗലൂദ് നടക്കണില്ല നമ്മുടെ നാട്ടിൽ. ഇതൊക്കെ ഇവിടെ എത്തുന്നു റസൂലുള്ളാഹിന്റെ ദീനിലല്ലല്ലോ. ഇതൊക്കെ മറ്റു സമുദായങ്ങളിൽ നിന്ന് എന്തൊക്കെ ചെയ്യുന്നു? ഒരു 10-25 ഒരു 10-30 കൊല്ലം മുമ്പ് നമ്മളൊക്കെ ജീവിച്ചിരുന്നതാണ്. പക്ഷെ ഈ റബീഉൽ അവ്വൽ വരുമ്പോ ഒരു പള്ളിയിലും ലൈറ്റുകൾ കണ്ടിട്ടില്ലല്ലോ. ചിപ്പ് പുതിയ ആയത്തുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെ മറ്റു സമുദായങ്ങളുമായി കൊണ്ട് തശബ്ബുഹ് ഒരു സന്ദർഭത്തിലും പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. പേരുകൊണ്ടും വസ്ത്രം കൊണ്ടും സംസാരം കൊണ്ടും സംസ്കാരം കൊണ്ടും ആഘോഷം കൊണ്ടും ആരാധനകൾ കൊണ്ടും ഒന്നും ഒരു സാദൃശ്യവും കാഫിറുകളുമായിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമായിട്ടോ പാടില്ല. പക്ഷെ ഇന്ന് ഈ ബിദ്അത്തിന്റെ ഏത് ആഘോഷം എടുത്തു നോക്കിയാലും മറ്റുള്ള ആളുകളുമായി കൊണ്ട് സാദൃശ്യമുണ്ട്. 9-ാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം അതിന് പ്രത്യേകത ഉണ്ടോ? അതിന്റെ പ്രത്യേകത തിങ്കളാഴ്ചയാണ്.
ആ തിങ്കളാഴ്ച എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ചയെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞെന്താ? തിങ്കളാഴ്ച ദിവസത്തിന്റെ നോമ്പിനെ സംബന്ധിച്ച് പ്രവാചകനോട് ചോദിച്ചു. റസൂൽ പറഞ്ഞു, അന്ന് ഞാൻ ജനിച്ച ദിവസമാണ്. അപ്പൊ ജനിച്ച ദിവസം തിങ്കളാഴ്ച. ഇൻഷാ അല്ലാഹ് ഈ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച നമുക്ക് നോക്കാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം പ്രവാചകൻ പറഞ്ഞെന്താ? തിങ്കളാഴ്ച ദിവസം ഞാൻ ജനിച്ച ദിവസമാണ്, അന്ന് നിങ്ങൾ നോമ്പ് നോൽക്കണം എന്നാ പ്രവാചകൻ പറഞ്ഞു. മാത്രമല്ല വയോമുൻ ബുഇസ്തു, ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടതും ഞാൻ നബിയാക്കപ്പെട്ടതും ഒരു തിങ്കളാഴ്ച ദിവസമാണ്. അതുകൊണ്ട് 2 കാര്യമുണ്ട്. അതുകൊണ്ട് 2 ദിവസം 2 കാര്യങ്ങൾ ഒരുമിച്ച് വന്നുകൊണ്ട് തിങ്കളാഴ്ച ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. അതുകൊണ്ടാണ് ലോകത്തുള്ള സലഫികളായ മുഴുവൻ ആളുകളും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ റസൂലുള്ളാഹിയുടെ മഹബത്ത് കൊണ്ട് നോമ്പനുഷ്ഠിക്കും. ഈ തിങ്കളാഴ്ച നോമ്പെടുക്കും. പക്ഷേ ചില ആളുകൾ പറഞ്ഞെന്താ അറിയോ? ഇത് പെരുന്നാളിന്റെ സമാനമായ ആഘോഷമാണ്. അതുകൊണ്ട് ഈ തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച വന്നാൽ നോമ്പെടുക്കൽ കറാഹത്താണ് എന്നാണ് പുരോഹിതന്മാർ കണ്ടെത്തിയത്. നഊദുബില്ലാഹ്. നിങ്ങൾ ആലോചിച്ചോ, അള്ളാഹിന്റെ ദീൻ ഉണ്ടാക്കുകയാണ്. ക്രിസ്ത്യാനികളുടെ ദീൻ അവർക്ക് അനുസരിച്ചുകൊണ്ട് കൂട്ടിമാറ്റുന്ന പോലെ റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ടായിട്ടും അവർ കൂട്ടിമാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 10ാമത്തെ കാര്യം, ഇതിന്റെ പേരിൽ പാടിക്കൊണ്ടിരിക്കുന്ന പദ്യങ്ങളിലും ഗദ്യങ്ങളിലുമെല്ലാം ശിർക്കിന്റെ വരികളുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ഈ റബീഉൽ അവ്വലിന്റെ റാലി മുമ്പിൽ കാര്യമായിട്ട് പാടുന്ന പാട് ഇർതകബ്തു അലൽ ഖത്തയാൻ ഗൈർ ഹസ്നിൻ വഅദദ് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറുൻ നബി. എന്താ ഇതിന്റെ അർത്ഥം സഹോദരന്മാരെ? തെറ്റുകൾ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പടച്ചോനെ നിന്നോട് ആവലാതി ബോധിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകരെ താങ്കളോട് ഞാൻ ആവലാദികളും വേവലാദികളും ബോധിപ്പിക്കുന്നു. റസൂലുള്ളാഹി നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന വരികളുണ്ട്. ഇതൊക്കെ അപകടമാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ ഇതിനൊക്കെ മാറി നിൽക്കണം. പ്രവാചകന്റെ സുന്നത്തനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ തന്നെ സ്വർഗത്തിൽ പോകാനുള്ള എമ്പാടും അമലുകൾ നമ്മുടെ മുമ്പിൽ നമുക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ബിദ്അത്തുകളിൽ വിട്ടു നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ബിദ്അത്ത് കയറി വന്നാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഞാൻ പറഞ്ഞു, വലിയ അപകടമാണ്. അതിലൊന്ന്, അവൻ വലാലത്തിലേക്കാണ് എത്തിപ്പെടുക. ഒരു ചെറിയ ബിദ്അത്താണെങ്കിൽ പോലും അത് വലിയ വലാലത്തിലേക്ക് എത്തിപ്പെടും. കാരണം പ്രവാചകൻ പറഞ്ഞ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്. അതൊരിക്കലും സിറാത്തുൽ മുസ്തഖീമിലേക്ക് വരൂല. ബിദ്അത്തുകളും സിറാത്തുൽ മുസ്തഖീം തമ്മിൽ സന്ധിക്കുന്ന ഒരു പോയിന്റ് ഇല്ല. അത് രണ്ട് ധ്രുവങ്ങളിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു. 2ാമത്തെ കാര്യം ഉലമാക്കൾ പറഞ്ഞത്, ഒരു ബിദ്അത്ത് ചെയ്യുന്ന ആളാണെങ്കിൽ ഒന്നുകിൽ അള്ളാഹുവിന്റെ പേരിലോ അതിൽ റസൂലുള്ളാഹിന്റെ പേരിലോ കളവ് പറഞ്ഞുകൊണ്ടല്ലാതെ ഒരു ബിദ്അത്ത് ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 6ാം നൂറ്റാണ്ടെങ്കിൽ 4ാം നൂറ്റാണ്ടിലും 5ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായ ഒരു ആഘോഷമാണ്. ആ 5ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ആഘോഷത്തിന് ഇപ്പൊ അള്ളാന്റെ ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ അള്ളത് പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പാണല്ലോ. കാരണം അള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹിയും സഹാബത്ത് എന്തായാലും മനസ്സിലാക്കി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ അള്ളാഹുവിന്റെ അമ്രവർ കൽപ്പന അവർ പ്രായോഗികമാക്കാതിരിക്കുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും കൽപ്പനകൾക്ക് വിരുദ്ധം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കളവ് പറയുന്നൊരവസ്ഥ ഉണ്ടാകും. 3ാമത്തെ കാര്യം, അവന്റെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. ഇതാണ് ഏറ്റവും വലിയ ഗൗരവമുള്ള വിഷയം. ഒരു ബിദ്അത്ത് ഒരു മനുഷ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും അതുപോലെ തന്നെ മറ്റു ഇബാദത്തുകളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. കാരണം മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നമ്മുടെ കൽപ്പനയില്ലാത്തൊരു മനുഷ്യൻ ഒരു അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ അമലുകൾ തള്ളപ്പെടുന്നതാണ് എന്നാണ്. റദ്ദ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു മർദൂദുൻ അമലു, ഒരു മനുഷ്യന്റെ അമലുകൾ മുഴുവനും തള്ളപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. ബിദ്അത്ത് അമലിനെ പൊളിച്ചു കളയുന്ന വലിയ അപകടകരമായ ഒരു ക്യാൻസറാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബിദ്അത്ത് ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സുന്നത്തും ബിദ്അത്തും ഏതാണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ 6ാമത്തെ കാര്യം, അള്ളാഹുവിന്റെ ലഅനത്തിന് അവൻ അർഹനായിത്തീരും. ഇത് വലിയൊരു ഗൗരവമുള്ള വിഷയമാണ്. അതൊരു ചെറിയ സംഗതിയല്ലേ എന്നാ. ഒരു ബിദ്അത്തും ചെയ്ത് പ്രവാചകന്റെ ഹദീസിൽ കാണാം, മൻ അഹ്ദസ ഫീഹാ ഹദസൻ ഔ ആവ മുഹ്ദസൻ. പ്രവാചകന്റെ മദീനയിൽ വെച്ചുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, ഈ മദീനയിൽ ആരെങ്കിലും ഒരു പുതിയ ബിദ്അത്ത് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു പുത്തൻ വാദിക്കവൻ അഭയം കൊടുത്തു. മദീനയിൽ
വെച്ചുകൊണ്ടൊരു പുതിയ ബിദ്അത്ത് ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ ബിദ്അത്ത് ഉണ്ടാക്കിയവന് ആരെങ്കിലും അഭയം കൊടുക്കുകയോ ചെയ്താൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, ലോകത്തുള്ള മുഴുവൻ മലക്കുകളുടെയും അതുപോലെ തന്നെ മുഴുവൻ വിശ്വാസികളുടെയും അള്ളാഹുവിന്റെയും ശാപം ആ മനുഷ്യന്റെ മേലുണ്ടാകട്ടെ. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദലൻ, ഒരു തരിമ്പ് സദഖ പോലും അള്ളാഹു അവന്റേത് സ്വീകരിക്കുകയില്ല. ഈ ഹദീസ് റസൂലുള്ളാഹിന്റെ മദീനയുമായി ബന്ധപ്പെട്ട ഹദീസാണെങ്കിലും ഇമാം ശാത്തിബി അദ്ദേഹത്തിന്റെ ഇഅ്തിസാമിൽ പറയാണ്, ഫയശ്മുലു കുല്ല ഹദീസിൻ മുഹദസ ഫിഹാ മിമ്മാ യുനാഫി ശർഅ വൽ, അതുപോലെ പിന്നെ ശരീഅത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അത് ആരുണ്ടാക്കിയാലും ഈ ഹദീസ് അവന്റെ പരിധിയിൽ വരുന്ന ഒരു ബിദ്അത്ത് ഉണ്ടാക്കിയ അള്ളാഹിന്റെ അടുക്കൽ ലഅനത്ത് കിട്ടുന്ന കാര്യമാണ്. നമ്മൾ നിസ്സാരമായി കൊണ്ട് തള്ളിക്കളയാൻ പാടില്ല സഹോദരന്മാരെ. അതൊരു ദിക്റാണെങ്കിലും ഒരു ആഘോഷം, നിങ്ങൾ ആലോചിച്ച് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം എന്നൊക്കെയാണ് ചില ആളുകൾ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ള രാവാണ് എന്നവരെ എഴുതപ്പെട്ടിരിക്കും. അത് ലൈലത്തുൽ ഖദർ പുണ്യം കിട്ടിയത് അള്ളാഹ് പറഞ്ഞ ലൈലത്തുൽ ഖദർ ഖൈറുൻ മിനൽ അൽഫി ശഹർ. അപ്പൊ നമ്മളെ കണ്ടെത്തൽ എന്താ? ലൈലത്തുൽ ഖദർ റസൂലുള്ളാഹിക്ക് ഇറക്കിയതല്ലേ, നബി ഉണ്ടെങ്കിലല്ലേ ലൈലത്തുൽ ഖദർ ഉള്ളൂ. അപ്പൊ ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമുള്ള രാവാണ് പ്രവാചകൻ ജനിച്ച രാവ്. അങ്ങനെ രാവ് പുണ്യുണ്ടെങ്കിൽ അത് അള്ളാഹും റസൂലും പറയാതെ നമുക്ക് മറച്ചേക്കോ? ഇത് ചിന്തിക്കാൻ വിശ്വാസികൾ നമുക്ക് മനസ്സിൽ പിന്നെ ബുദ്ധി ഉണ്ടാകണം, നമുക്കൊരു ആലോചന ഉണ്ടാകണം. അതുപോലെ തന്നെ ഹൗലുൽ കൗസർ തടയപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. കോടാനുകോടി മനുഷ്യന്മാർ ദാഹിച്ചു വലഞ്ഞ് മഹ്ശറിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ വിശ്വാസികൾക്ക് ആശ്വാസമായി റസൂലുള്ളാഹിന്റെ ഹൗൽ ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പക്ഷെ അവിടെ ദാഹിച്ചു വലഞ്ഞ് മുസ്ലിമീങ്ങളായ പലരും ആ ഹൗലിന്റെ അടുത്തേക്ക് ഓടി വരും. മലക്കൾ അവരെ തടയുന്നതാണ്. പ്രവാചകൻ പറയും, ഉമ്മത്തി ഉമ്മത്തി അസ്ഹാബി, അവരെ വിട്ടേക്കു, എന്റെ പിന്നെ അസ്ഹാബുകളാണ് അവർ, എന്റെ ആളുകളാണ് അവർ. കാരണം റസൂൽ അവരെ തിരിച്ചറിഞ്ഞ അവരുടെ മുഖവും അതുപോലെ തന്നെ കൈയും ഉദുവിന്റെ അവയവങ്ങളൊക്കെ നല്ല തിളങ്ങുന്നുണ്ടാകും. നിസ്കരിച്ചവരാണ്, നോമ്പുവച്ചവരാണ്. പക്ഷെ മലക്കൾ അവരെ വിടുന്നില്ല, തടഞ്ഞു വെച്ചിരിക്കുന്നു. പ്രവാചകൻ അവർ വിളിക്കും, വരൂ. പക്ഷെ മലക്കൾ പറയും അങ്ങോട്ട് എൻട്രൻസ് ഇല്ല. കാരണം അന്വേഷിക്കുന്നു. പ്രവാചകനോട് അവർ മറുപടി പറയും, പിന്നെ പ്രവാചകരില്ല അവർ നിങ്ങൾക്ക് ശേഷം, നിങ്ങളുടെ കാലശേഷം ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ദീനിൽ. അതുകൊണ്ട് നിങ്ങളെ ഹൗദ് കുടിക്കാൻ അവർക്ക് തൗഫീഖ് ഉണ്ടാകൂല. അപ്പൊ നബി എന്താ പറഞ്ഞത്? എന്നാലും എന്നോടുള്ള സ്നേഹം കൊണ്ടുണ്ടാക്കിയതല്ലേ, എന്നോടുള്ള മഹബത്ത് കൊണ്ടല്ലേ, എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ, എന്നോട് ദേഷ്യപ്പെട്ടിരുന്നല്ലോ, ഇസ്ലാമിന് പൊളിക്കണം വിചാരിച്ചിട്ടല്ലോ. അതുകൊണ്ട് എന്നാലും ജിബ്രീൽ വിട്ടാളെന്നല്ല, എന്റെ ശേഷം ദീനിൽ പുതിയതുണ്ടാക്കിയതാണെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് നോ അഡ്രസ്, അവർ അങ്ങോട്ട് പറഞ്ഞേച്ചേക്കൂ, എന്റെ അടുത്തേക്ക് വിടേണ്ടതില്ല, നിങ്ങൾക്ക് ദൂരത്തേക്ക് മാറിക്കൊള്ളൂ എന്നും പ്രവാചകൻ ബിദ്അത്തിന്റെ കക്ഷികളെ ആട്ടിയകറ്റുന്ന രംഗം ഹദീത്തിന്റെ കിതാബിൽ മുഴുവനുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ നല്ലതല്ലേ എന്ന് വിചാരിച്ച് അള്ളാന്റെ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്കാണ് ചെല്ലുമ്പോ റസൂലുള്ളാഹിന്റെ മുഖം ചുവക്കുമെന്നാണ്. നിങ്ങൾ ആലോചിക്കണം. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അള്ളാന്റെ റസൂലിനെ പറ്റി അള്ളാഹ് പറഞ്ഞെന്താണ്? ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും താല്പര്യമുള്ള ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും ഒരു അപകടം പറ്റുന്ന ഏറ്റവും പ്രയാസമുള്ള ആളാണ് പ്രവാചകൻ. ആ പ്രവാചകനാണ് ബിദ്അത്തിന്റെ ആളുകളെ ഹൗദിനും തടയുന്നത് എന്നാണ് ഹദീസിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ബിദ്അത്തുകൾ സമൂഹത്തിൽ പല കോലത്തിലും വരും, പല നാട്ടിലും വരും. ഇനി അതൊക്കെ ഒരുപാട് മഹാഭൂരിപക്ഷം ആളുകൾ ചെയ്യും. അതും പണ്ഡിതന്മാര് പറഞ്ഞതാണ്. ചില ലോകത്ത് ഇവിടെ കുറച്ച് വഹാബികൾ മാത്രമേ ബിദ്അത്താകും, പിന്നെ ഈ നബിദിനം ആഘോഷിക്കാത്തുള്ളൂ. ലോകത്തെ എല്ലാ നാട്ടിലും റബീഉൽ അവ്വലിന് നബിദിനം ആഘോഷിക്കുന്നുണ്ട്. ശരിയാണ്. ഒരു ബിദ്അത്ത് വന്നാൽ ലോകത്ത് എല്ലായിടത്തും ഉണ്ടാകും. കാരണം ലോകത്തെ എല്ലായിടത്തും മനുഷ്യനെ ബിദ്അത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഒരു സ്ഥലത്ത് മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഒരു ബിദ്അത്തുണ്ടായ ലോകത്തെ എല്ലായിടത്തും എത്തിച്ച ആളുകളൊക്കെ പഴപ്പിക്കുന്ന പണിയാണ് ഇബ്നു ഇസ്ഹാഖ്. അതുകൊണ്ട് തന്നെ ബിദ്അത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് അഹ്ലുസുന്നയുടെ പ്രധാനപ്പെട്ട അജണ്ട. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിതാന്ത്യം വരെ ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെ നിന്ന് പോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. നമ്മളിൽ മരണപ്പെട്ടുപോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അവർക്കെല്ലാം അല്ലാഹു സ്വർഗ്ഗം നൽകി ആദരിക്കുമാറാവട്ടെ. അവരിൽ മുന്നേറാൻ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും ഫലസ്തീൻ പോലുള്ള രാജ്യങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ പിഞ്ചുമക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കരങ്ങളെ അല്ലാഹു ദുർബലപ്പെടുത്തി നശിപ്പിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم
وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين.